എല്ലാവർക്കും സ്വാഗതം. അലീന ചിരിച്ചുകൊണ്ട് കഴുത്തറുക്കുന്നവളാണ് എന്ന് വൈജി പറയുമ്പോൾ മനു ചോദിക്കുന്നുണ്ടായിരുന്നു, അലീന ചിരിച്ചുകൊണ്ട് ആരുടെ കഴുത്തൊക്കെയാണ് അറുത്തത് എന്ന് കേട്ടോ. അപ്പോൾ വൈജിക്ക് അത് ഇഷ്ടാവുന്നില്ല മനു അങ്ങനെ ചോദിക്കുന്നത്. അപ്പം മനുവിനോട് പറയുന്നുണ്ട്, നീ പണ്ടേ അവളുടെ സൈഡാണല്ലോ എന്ന്. അപ്പോൾ മനു പറയാണ്, ആൻറ്റി ഇങ്ങനെ ഇത്ര തറ ലെവലിൽ സംസാരിക്കല്ലേ, അത് ആൻറ്റിയുടെ ഡിഗ്നിക്ക് ചേർന്നതല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇത്രേ ലെവലേ ഉള്ളൂ, ഞാനിപ്പോൾ അടിത്തറ നഷ്ടപ്പെട്ട് നിൽക്കുകയാണ്, ഇനിയും താഴോട്ട് പോകണമെങ്കിൽ ഇങ്ങനെ കുഴിക്കണം എന്ന് പറയൂ കേട്ടോ. അപ്പോൾ ആൻറ്റി എന്താണെന്ന് വെച്ചാൽ ചെയ്യുമെന്ന് പറയും മനു ഇഷ്ടപ്പെടാതെ. എന്നിട്ട് മക്കളോടായിട്ട് വൈജി പറയുകയാണ്, ഞാൻ കടപ്പാട്ടൂരിലേക്ക് തിരിച്ചു വരുമെന്ന് വിചാരിച്ച് നിങ്ങൾ ആരും ഇവിടെ നിൽക്കണ്ട എന്ന് പറയുന്നുണ്ട്. അത് നടക്കത്തില്ല എന്ന് പറയും. അപ്പോൾ ബബിത പറയും, നടക്കേണ്ട കാറ് കൊണ്ടുവന്നിട്ടുണ്ട്, അതിൽ പോകാമെന്ന് പറയട്ടെ. അപ്പോൾ വൈജയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്, കാറ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ കയറി അങ്ങ് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് വൈജി ദേഷ്യപ്പെട്ട് അവിടുന്ന് പോവേ. അപ്പോൾ മനു പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ ഇവിടെ വന്നിരിക്കുക, നമുക്ക് അച്ഛനും അമ്മയും വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാമെന്ന് പറയും. പിന്നീട് രോഹിത്തിനോട് കോളേജിൽ തിരിച്ചെടുത്ത കാര്യമൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ എല്ലാം അലീന ചേച്ചിയുടെ അതുകൊണ്ടാണ്, അലീന ചേച്ചി ഫൈറ്റ് ചെയ്ത് നേടിയതാണ് എന്നൊക്കെ പറയുമ്പോൾ മനുവിന് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയ ചിരിയോടുകൂടി ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് മുത്തശ്ശിയാണെങ്കിൽ നല്ല ഉറക്കത്തിലാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. മുത്തശ്ശി ഉറങ്ങുന്നത് നോക്കിക്കൊണ്ടാണ് അലീന അങ്ങനെ അവിടെ നിൽക്കുന്നത്. അപ്പോൾ ആ ഉറക്കത്തിൻ്റെ ഇടയിൽ ഒരു ചുമയൊക്കെ വരുന്നുണ്ട് മുത്തശ്ശിക്ക്. അപ്പോൾ ചുമയ്ക്ക് വേണ്ടിയിട്ട് ഉണരുകയാണല്ലോ. അപ്പോൾ അലീന അവിടെ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ മുത്തശ്ശിക്ക് പെട്ടെന്ന് അങ്ങ് മനസ്സിലാവുന്നില്ല കേട്ടോ, ഇത് അലീനയല്ലേ എന്ന് വെച്ചുകൊണ്ട് അങ്ങ് എഴുന്നേൽക്ക്. അപ്പോഴേക്കും അലീന അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, അതെ അലീന തന്നെയാണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ അലീനേനെ കാണുമ്പോൾ മുത്തശ്ശിക്ക് സങ്കടമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അറിയാലോ വൈജയുടെ മകളാണ് എന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ അതെല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് അലീനയോട് സംസാരിക്കുന്നത്. അപ്പോൾ നീ എപ്പോൾ വന്നു കുഞ്ഞേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നേ. ഞാൻ വന്നപ്പോൾ മുത്തശ്ശി നല്ല ഉറക്കമായിരുന്നു, മുത്തശ്ശീനെ ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ ഇങ്ങനെ മുത്തശ്ശീനെ നോക്കിക്കൊണ്ട് നിന്നതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഭയങ്കര സ്നേഹത്തോടു കൂടിയാണ് കേട്ടോ മുത്തശ്ശി അലീനയോട് സംസാരിക്കുന്നത്. ഇപ്പോൾ വൈജയനെ കണ്ടോ, എല്ലാവരെയും കണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കണ്ടു എന്ന് പറയുകയാണ് കേട്ടോ. മാഡത്തിന് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ തിരിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണല്ലോ വന്നിട്ടുള്ളത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറയുകയാണ്. പിന്നീട് മുത്തശ്ശിയാണെങ്കിലും ഭയങ്കര സങ്കടത്തിലാണ്. മുത്തശ്ശി ഓരോ കാര്യങ്ങൾ ഓർത്ത് സങ്കടപ്പെട്ട് കാര്യമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം മുത്തശ്ശി ഓരോന്ന് മനസ്സിൽ വെച്ചുകൊണ്ടുമാണ് അലീനയോട് സംസാരിക്കുന്നത്. അപ്പോൾ അലീനയ്ക്കത് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അലീന ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല ഒന്നുമില്ല എന്നാട്ടോ പറയുന്നത്. മുത്തശ്ശി കരയുന്നത് കാണുമ്പോൾ അപ്പോൾ ഈ ഒന്നുമില്ല എന്ന് പറയുന്നത് തന്നെ ഉള്ളിൽ എന്തോ ഉണ്ടായിട്ടാണ് എന്ന് അലീന പറയുന്നുണ്ട്. ഒന്നുമില്ല കുഞ്ഞേ എന്ന് പറഞ്ഞിട്ട്. പിന്നീടും അലീനയോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ കടപ്പാട്ടൂരിൽ വെച്ചിട്ട് മോളോട് എന്തെങ്കിലും ഇങ്ങനെ ദേഷ്യമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോൾ എന്നോട് ക്ഷമിക്കണേ എന്ന് പറയുമ്പോൾ അലീന പറയുകയാണ്, അതിന് മുത്തശ്ശി എന്നോടൊന്നും മോശമായിട്ട് സംസാരിച്ചിട്ടില്ലല്ലോ, നമ്മൾ നല്ല സ്നേഹത്തിലായിരുന്നില്ലേ, ഞാൻ ഇങ്ങനെ ഒരു വേലക്കാരിയെ പോലെ അല്ലല്ലോ എന്നെ മുത്തശ്ശി കണ്ടത്, എന്നോട് ഭയങ്കര സ്നേഹമൊക്കെ കാണിച്ചിട്ടില്ലേ, ഞാനും മുത്തശ്ശിനോട് അങ്ങനെ തന്നെ ആയിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുകയാണ്, നീ എന്നോട് അങ്ങനെ തന്നെ ആയിരുന്നു എന്നിങ്ങനെ പറഞ്ഞ് വീണ്ടും കരയാൻ തുടങ്ങും കേട്ടോ. അപ്പോഴും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അലീന, എന്താ മുത്തശ്ശി എന്തൊക്കെയോ ഉള്ളിൽ വെച്ചുകൊണ്ടാണല്ലോ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന്. അപ്പോഴും മുത്തശ്ശി ഒന്നുമില്ല എന്നാട്ടോ പറയുന്നത്. പിന്നീട് അലീന പറയുകയാണ്, ഞാൻ മുത്തശ്ശിനോട് ഒരു കാര്യം പറയട്ടെ, ഇപ്പോൾ രോഹിത്തും ബബിതയൊക്കെ എൻ്റെ പക്ഷത്തായി എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നീ അതിന് വേണ്ടിയിട്ടാണല്ലോ വന്നത്, അപ്പോൾ നിനക്ക് അതിന് കഴിയും എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ വൈജ മാത്രം നിൻ്റെ പക്ഷത്താവുന്നില്ല അല്ലേ എന്ന് പറയുമ്പോൾ മാഡം എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്, പിടി തരുന്നില്ല എന്ന് പറയേ. പിന്നീട് വൈജ മക്കളെല്ലാവരെയും വിളിപ്പിച്ചതാണ് കേട്ടോ സംസാരിക്കാൻ വേണ്ടിയിട്ട്. രോഹിത്ത് അപ്പോൾ വന്നിട്ടുണ്ടായിരുന്നില്ല. രോഹിത്തിനെയും കൂടെ വിളിക്കാൻ പറയുമ്പോഴേക്കാണ് കേട്ടോ രോഹിത്ത് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ എന്താ ഇവിടെ മീറ്റിംഗ് ആണോ നടക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ബബിതയോട് പറഞ്ഞിട്ടാണല്ലോ അവിടുന്ന് വൈജയന്തി ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്, പിന്നെ എന്തിനാ അങ്ങോട്ടേക്ക് വൈജയനെ വിളിക്കാൻ ചെന്നത് എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ടായിരുന്നു, ഇതിപ്പോൾ ഒരു വീട്ടുവേലക്കാരിയാണ്, ഇങ്ങനെ ഒരാളോട് മാത്രം പറഞ്ഞ് ഏൽപ്പിച്ച് പോവാന്ന് പറഞ്ഞ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ലായിരുന്നു, അമ്മ അങ്ങനെ ഞങ്ങളുടെ 3 മക്കളുടെ അമ്മയല്ലേ, അമ്മ അങ്ങനെ ഒരു ഉത്തരവാദിത്തം ഇല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അച്ഛനും ഞാനും കൃഷ്ണമോളൊന്നും അവിടെ ഇല്ലാത്ത സമയത്ത് അമ്മ അവിടുന്ന് പെട്ടിയും തൂക്കി ഇറങ്ങിയിരിക്കുന്നു എന്നൊക്കെയാട്ടോ പറയുന്നത്. ബബിതയും കുറേ തിരിച്ച് വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ, വീട്ടിലേക്ക് പോവാന്ന് രോഹിത്തും പറയുന്നുണ്ട്, നമുക്കിവിടെ നിൽക്കേണ്ട വീട്ടിലേക്ക് തിരിച്ച് പോകാമെന്ന് പറയുമ്പോൾ വൈജു വരത്തില്ല എന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത്. അതും കാത്ത് നിങ്ങളിവിടെ നിൽക്കേണ്ട, കമലാൻ്റി വരുമ്പോഴേക്കും തിരിച്ചു പോയിക്കോ, അല്ലെങ്കിൽ കമലയുടെ വായിന്ന് നന്നായിട്ട് കേൾക്കുമെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അലീനേനെ വിളിച്ചുകൊണ്ടാണല്ലോ അവർ വന്നിട്ടുള്ളത്. അപ്പോൾ അലീനേനെ അങ്ങനെ കമലയ്ക്ക് ഇഷ്ടമല്ലല്ലോ. അപ്പോൾ അതും കൂടെ പറയുന്നുണ്ടായിരുന്നു, അലീനേനെ വിളിച്ചു കൊണ്ടുവന്നത് കമലാൻ്റിക്ക് ഇഷ്ടപ്പെടില്ല, അതുകൊണ്ട് പെട്ടെന്ന് അവർ വരുമ്പോഴേക്കും തിരിച്ച് പോകാൻ നോക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അലീന ഉണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് തിരിച്ചു വരില്ല എന്ന് തന്നെയാണ് കേട്ടോ
വൈജ മക്കളോട് പറയുന്നത്. അപ്പോൾ ബബിതയും രോഹിതും ഒക്കെ കൃഷ്ണമോളും ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അലീന ചേച്ചി എന്ത് തെറ്റാ ചെയ്തത്, അലീന ചേച്ചി നല്ല കാര്യങ്ങൾ മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വാദിക്കുന്നുണ്ട്. പക്ഷേ അതുപോലെ തന്നെ രോഹിത്തും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അലീന ചേച്ചി എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്പെസിഫിക് ആയിട്ട് അമ്മയ്ക്ക് എടുത്ത് കാണിക്കാൻ പറ്റുമോ, എന്തെങ്കിലും ഒന്ന് പറയുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ ചെയ്തിട്ടുള്ള ഒന്നാമത്തെ തെറ്റ് തന്നെയാണ് എൻ്റെ ഭർത്താവിനെ അവൾ അടിച്ചെടുത്തു എന്നുള്ളത്. പിന്നെ എൻ്റെ മക്കളെ എല്ലാവരെയും അവൾ അടിച്ചെടുത്തു എന്നൊക്കെയായിട്ട് പറയുന്നത്. അതൊന്നും കൃഷ്ണമോൾക്കും രോഹിത്തിനും ബബിതയ്ക്കൊന്നും ഇഷ്ടാവുന്നില്ല. അപ്പോൾ അലീന ചേച്ചി വെറും വീട്ടുവേലക്കാരിയല്ലല്ലോ, അച്ഛൻ്റെ മകളല്ലേ എന്ന് പറയുമ്പോൾ അതിനും ഇങ്ങനെ തർക്കിക്കുന്നുണ്ട് കേട്ടോ വൈജയാണെങ്കിൽ. അപ്പോൾ ബബിതയാണെങ്കിലും പറയുന്നുണ്ട്, കല്യാണത്തിന് മുന്നേ അച്ഛന് ഇങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി, കല്യാണം കഴിഞ്ഞ ശേഷമാണ് അതിലൊരു മകളുണ്ടെന്നും അത് ഓർഫനേജിലാണ് വളരുന്നതെന്നും അച്ഛൻ മനസ്സിലാക്കിയത്. അപ്പോൾ അതിനെ തിരിച്ചു കൊണ്ടുവന്നു, അതിലിപ്പോൾ എന്താ ഇത്ര തെറ്റ്, അപ്പോൾ ഒരു ചീത്ത കുട്ടിയാണെങ്കിൽ നമുക്ക് പറഞ്ഞു വിടായിരുന്നു, ഇത് അലീന ചേച്ചി അങ്ങനെയല്ലല്ലോ, നല്ല കാര്യങ്ങൾ മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ എന്നൊക്കെ പറയുമ്പോഴും വൈജയ്ക്ക് അതൊന്നും അങ്ങ് പിടിക്കുന്നില്ല കേട്ടോ. വൈജ അങ്ങനെ അതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ടായിരുന്നു, അമ്മയ്ക്ക് ഇങ്ങനെ അലീന ചേച്ചിനെ സ്വന്തം മകളായിട്ട് കണ്ടാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ, പിന്നെ ഞാൻ അവളെ സ്വന്തം മകളായിട്ട് കാണാനോ നടക്കത്തില്ല എന്ന് പറയും. അപ്പോൾ അമ്മ എന്താന്ന് വെച്ചാൽ ചെയ്യ്, ഇനി അതിൽ എനിക്കൊന്നും പറയാനില്ല എന്നും കൃഷ്ണമോള് പറയുന്നുണ്ട്. അപ്പോഴേക്കും ശിവനും കമലയും തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ പുറത്ത് കാറ് കാണുമ്പോൾ തന്നെ ശിവൻ പറയുന്നുണ്ട്, ഇത് ബാലേന്ദ്രൻ്റെ ജ്വല്ലറിയിലെ കാറല്ലേ, അപ്പോൾ ബാലേന്ദ്രൻ വൈജ ഇങ്ങനെ ഇറങ്ങി പോകുന്നത് അറിഞ്ഞിട്ട് തിരിച്ച് വിളിക്കാൻ വന്നതാണോ എന്ന്. കമല പറയും, തിരിച്ച് വിളിക്കാൻ വന്നതാണെങ്കിൽ അതിലൊന്നും ഇടപെടാൻ നിൽക്കണ്ട, ഇനിയിപ്പോൾ 2 കൊടുത്തിട്ട് കൊണ്ടുപോയാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയട്ടോ. അപ്പോൾ നീ തന്നെ അല്ലേ ബാലേന്ദ്രൻ ഓരോ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞതെന്ന് പറയുമ്പോൾ, അത് ഞാൻ പറഞ്ഞാൽ എന്താ, ശരി തന്നെയല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. കമലയാണെങ്കിലും പിന്നീട് അവരകത്തേക്ക് ചെല്ലുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ സോഫയിൽ ഇരിക്കുന്നതാണ് കേട്ടോ ശിവൻ കാണുന്നത്. അപ്പോഴേക്കും കമലയും കയറി വരുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടെ സോഫയിൽ നിന്ന് ഇറങ്ങി വരും. എന്താ എല്ലാവരും ഒരുമിച്ച് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, ഞങ്ങൾ അമ്മേനെ കാണാൻ വേണ്ടി വന്നതാണെന്നാണ് കേട്ടോ പറയുന്നത്. അമ്മ എന്നോട് പറഞ്ഞിട്ടാണ്, അപ്പോൾ വൈജ നിങ്ങളോട് പറയാതെയാണ് പോകുന്നതെന്ന് ശിവൻ ചോദിക്കുമ്പോൾ, അമ്മ എന്നോട് പറഞ്ഞിട്ടാണ് പോകുന്നത്, പക്ഷേ ഇങ്ങോട്ട് തന്നെയാണോ വന്നതെന്ന് ഉറപ്പ് വരുത്തേണ്ടതെന്ന് പറയുമ്പോൾ, അതിന് ഫോണിൽ വിളിച്ച് ചോദിച്ചാൽ പോരെ, ഇങ്ങനെ നേരിട്ട് വരേണ്ട കാര്യമില്ലല്ലോ എന്നിങ്ങനെ ശിവൻ പറയുമ്പോൾ, അങ്കിളിന് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ബബിത. അപ്പോൾ അതല്ലടി മോളെ, അപ്പോൾ അങ്ങനെ ഉറപ്പ് വരുത്താനാണെങ്കിൽ ഫോണിൽ വിളിച്ച് ചോദിച്ചാൽ പോരെ, നിങ്ങളെല്ലാവരും കൂടെ വരേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുമ്പോൾ രോഹിത് പറയുന്നുണ്ട്, ഇത് അങ്ങനെയല്ല അങ്കിളെ, ഞങ്ങൾ അമ്മേനെ തിരിച്ച് വിളിച്ചു കൊണ്ടുപോകാൻ വന്നതാണെന്ന് പറയും. അപ്പോൾ എന്നിട്ട് അവൾ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, അമ്മയ്ക്ക് ഇങ്ങനെ അമ്മ വരത്തില്ല, കുറച്ച് ദിവസം കൂടെ ഇവിടെ നിൽക്കുകയാണെന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ, അപ്പോൾ പിന്നെ നിങ്ങളുടെ പ്ലാൻ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രോഹിത് പറയും, അമ്മ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഞങ്ങളെല്ലാവരും ഇവിടെ നിൽക്കാമെന്നാണ് തീരുമാനിച്ചിട്ടില്ലെന്ന് പറയുമ്പോൾ കമലയ്ക്ക് അങ്ങ് ദേഷ്യമൊക്കെ വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ മനു ആണെങ്കിലും ചിരിച്ചുകൊണ്ട് ഇങ്ങനെ കമലേനെ നോക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീനി അവിടെ നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ കമല ചോദിക്കുന്നുണ്ടായിരുന്നു, ഇവളെന്തിനാ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്നത്, ഇവൾ അവിടെ വീട്ടിൽ ജോലിയെല്ലാം നോക്കി അവിടെ നിൽക്കേണ്ടവളല്ലേ എന്ന് ചോദിക്കുമ്പോൾ രോഹിത് പറയാണ്, അലീനി ചേച്ചീനെ ഞങ്ങൾ നിർബന്ധിച്ച് വിളിച്ചു കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇവിടെ ഞങ്ങളെല്ലാവരും നോക്കുമ്പോൾ എന്തേലും ഇങ്ങനെ ഞങ്ങളുടെ കാര്യമൊക്കെ നോക്കാൻ ഒരാൾ വേണ്ടേ, ഇനിയിപ്പോൾ ഞങ്ങളുടെ കാര്യം ഓർത്ത് കമലാൻ്റിക്ക് ഇങ്ങനെ വിഷമമൊന്നും വേണ്ട, ഇവിടുത്തെ ജോലിയെല്ലാം അലീന ചേച്ചി ചെയ്തോളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കമല ഇത് പറയുമ്പോൾ പറയുന്നുണ്ടായിരുന്നു, ഞാനിവിടെ നിൽക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ എനിക്കൊരു ഓട്ടോ വിളിച്ചെന്നാൽ മതി, ഞാൻ പോയിക്കോളാം എന്ന് പറയുന്നുണ്ട്. അലീന അത് പറയുമ്പോൾ ശിവനാണ് കേട്ടോ പറയുന്നത്, ആര് പറഞ്ഞു തിരിച്ചു പോവാൻ, ഇവിടെ ഇങ്ങനെ ഇവരെല്ലാവരും കൂടെ മേയ്ക്കാൻ ഒരു ആൾ വേണ്ടേന്നാട്ടോ പറയുന്നത്. പിന്നീട് അലീന പറയുകയാണ്, ഇവർ ഇങ്ങോട്ട് വന്ന ശേഷം ഒന്നും കഴിച്ചിട്ടില്ല, അപ്പോൾ ഇങ്ങനെ ആൻറ്റി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ എനിക്ക് അടുക്കളയിൽ ചോദിക്കാതെ കയറാനൊരു മടി എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ധൈര്യമായിട്ട് കയറിക്കോ, എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഇന്നലെ പോയി വാങ്ങിച്ചിട്ടുള്ളതാണ്, ഇവിടെ എല്ലാം ഉണ്ട് എന്ന് പറയും കേട്ടോ. ധൈര്യമായിട്ട് അലീനയോട് അടുക്കളയിലേക്ക് കയറാൻ പറയുന്നുണ്ട്. അപ്പോൾ എന്നാൽ ഞാൻ അടുക്കളയിലോട്ട് കയറിക്കോട്ടെ ആൻറ്റി എന്നിങ്ങനെ കമലേനോട് ചോദിക്കുകയാണ് കേട്ടോ. കമലയ്ക്കാണെങ്കിൽ അലീന അത് ചോദിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ലേ. കമലയാണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് റൂമിലേക്ക് പോയിട്ട് വാതിലൊക്കെ ഇങ്ങനെ വലിച്ചടയ്ക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന വീണ്ടും ശിവനോട് ചോദിക്കുക. അപ്പോൾ ശിവൻ പറയുന്നുണ്ട്, ധൈര്യമായിട്ട് കയറിക്കോ, ആദ്യം ഒരു ചായ ഇട്ട് തന്നെ നല്ലൊരു ചായ ഇട്ട് തുടങ്ങിക്കോ, എന്നിട്ട് മതി ബാക്കിയെല്ലാം ഉണ്ടാക്കുന്നത് എന്ന് പറയും. അപ്പോൾ ഇതെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ട് മനു അവിടെ നിൽക്കുന്നുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയാണ് കാണിച്ചത്. പിന്നീട് പ്രൊമോ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അലീനേനെ പിശാചി എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. വൈജയന്തി ആ പിശാചി എവിടെയെന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് അറിയത്തില്ല, അലീന ചേച്ചീനെ കുറിച്ചാണെങ്കിൽ ഞാൻ പറയാമെന്നിങ്ങനെ പറയുകയാണ് കേട്ടോ കൃഷ്ണമോള്. അപ്പോൾ എനിക്ക് അവളെക്കുറിച്ച് ഒന്നും അറിയണ്ട എന്നാണ് പിന്നീട് വൈജ പറയുന്നത്. അതുപോലെ തന്നെ കമല ശിവനോട് പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ ഞാൻ അലീനയോട് സംസാരിച്ചോളാം, അവൾക്ക് ഇങ്ങോട്ട്
വലതുകാലം വെച്ച് കയറാനുള്ള വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ അവളുടെ കാല് ഞാൻ വെട്ടുമെന്ന് പറയുമ്പോൾ ശിവൻ ഇങ്ങനെ ചോദിക്കുകയാണ്, നീ ആരോ ഗുണ്ടയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ശിവനോട് മനു സംസാരിക്കുന്നുണ്ടായിരുന്നു, എൻ്റെ അലീനയുടെയും കാര്യം ഓർത്ത് അച്ഛൻ ഇപ്പം തന്നെ ഇങ്ങനെ ടെൻഷനാവുകയൊന്നും വേണ്ട, അത് സമയമാകുമ്പോൾ ഞാൻ അച്ഛനെ അറിയിച്ചോളാം എന്ന് പറയുന്നുണ്ട്. പിന്നീട് രാജീവിനെ വിളിക്കുന്നുണ്ട് ശിവൻ. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, വൈജി അങ്ങനെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ആ നിമിഷം എല്ലാം തുറന്നു പറയാൻ നിൽക്കുകയാണ് ബാലേന്ദ്രൻ എന്നുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ പറയുന്നുണ്ട് കേട്ടോ രാജീവിനോട്. അപ്പോൾ ഇത്രയാണ് പ്രൊമോയിൽ കാണിച്ചിട്ടുണ്ട്.